ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി സ്കേപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇന്ന് പ്ലാന്റിങ്ങും വാട്ടറൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്റർ ഫിക്സ് ചെയ്യാനാണ് പോകുന്നത്. നമ്മുടെ അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാന്റ് ഒക്കെ ചെയ്യും. ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എനിക്ക് എത്തിയിട്ടില്ല. ഞാനാണെങ്കിൽ നാളെ റിട്ടേൺ പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ സെക്കൻഡ് എന്ന് വെച്ചാൽ പിന്നൊരു ദിവസം എടുക്കുക എന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ പ്ലാൻസ് ഒക്കെ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന ഇപ്പൊ ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന രണ്ട് പ്ലാൻസ് നമ്മൾ ചേച്ചിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വാൾപേപ്പർ പ്ലേസ് ചെയ്യുന്നുണ്ട്. വാൾപേപ്പർ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതൊരു ഷീറ്റാണ്, നമുക്കിതൊന്ന് പീൽ ചെയ്തിട്ട് പ്ലേസ് ചെയ്താൽ മാത്രം മതി, ഒട്ടിച്ചു കൊടുത്താൽ മതി. കറക്റ്റ് സൈസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷാമ്പു കുറച്ച് ലിക്വിഡ് ആക്കിയിട്ട് ഈ പശയുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം ഒട്ടിക്കാൻ, എന്നാലേ കറക്റ്റായിട്ട് തൊട്ടുള്ളൂ. പിന്നെ ആ മാർക്കിങ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഈ മടക്ക് അങ്ങനെയൊക്കെ കാണാമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഷാമ്പൂയുടെ വെള്ളം യൂസ് ചെയ്തിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് പോർ ചെയ്തിട്ടിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നീറ്റായിട്ട് കിട്ടും. ഒരുപാട് പേര് ബ്ലാക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പിന്നൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ഇത് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഇതുപോലെ എടുത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു കാർഡ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചുളിവ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന ഈ ഭാഗം നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യുക ചെയ്യാം. അപ്പൊ അങ്ങനെ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ വാൾപേപ്പർ പ്ലേസ് ആയി നിൽക്കുകയും ചെയ്യും. ഇനി നമ്മൾ പ്ലാന്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് അല്ലാട്ടോ, ഇച്ചിരി വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് സോയിൽ ഒന്ന് നനച്ചു വിടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൈറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അതിന് ക്ലാരിറ്റി ആയിട്ട് കിട്ടും തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നീഡിൽ ലീഫ് ജവാഫോൺ ആണ്. അപ്പം ഇതൊരു ബഞ്ചായിട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രണ്ട് സൈഡിലായിട്ട്, നമ്മുടെ ഡ്രിഫ്റ്റ് സൈഡിലായിട്ട് വെക്കുക എന്നാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് എടുത്തിട്ട് കാണിക്കാം. ഈ ഒരു പോർഷൻ ലീഫൊക്കെ ചെറുതായിട്ട് കൊഴിയുന്നുണ്ട്. ഇനി നമ്മൾ ജെൽ ടൈപ്പ് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. നമ്മൾ റൂട്ടിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ബാഗപ്പ് ഓസ്ട്രേലിയസും ബാഗപ്പ് കരോലിനും ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയും ഈ പോർഷനിലുമായിട്ട് നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് പ്ലാന്റ് ചെയ്യാം. ഇനി ഞാൻ
ഈ പോർഷനിലൊക്കെ ആയിട്ട് ഹിമാന്തിയസ് മൈക്രാന്തിമോൾസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ഈ ഫ്രണ്ട് പോർഷനിലേക്കായിട്ട് ക്രിപ്റ്റോക്കൻ ബൾബ ആൻഡ് സാജിറ്ററിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സാജിറ്ററി കുറച്ച് ഞാൻ ബാക്കിലേക്കായിട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അനൂബിയസ്നാനാണ് ഞാൻ ഇനി അടുത്തായിട്ട് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ സൈഡിലായിട്ടാണ് ഇനി ഞാൻ ഇതിൽ 1-2 ലുഡ്വിഗ റിബൺസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്ലാന്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രിഫ്റ്റോടെ മുകളിലായിട്ട് കുറച്ച് ഞാൻ പീകോക്ക് കൂടി ഞാൻ ടൈ ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് സാൻഡ് ആഡ് ചെയ്യാം. ഞാൻ കൊളറാഡോ സാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സാൻഡ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞു. നമ്മൾ പ്ലാന്റ്സ് ഒക്കെ മിക്സ് ചെയ്തു, സാൻഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളം ഒന്ന് കലങ്ങിയിട്ടുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ കാനിസ്റ്റർ ഫിൽറ്റർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം നിറയ്ക്കും. അപ്പോൾ നമ്മുടെ ടാങ്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 2 പ്ലാന്റ്സും കൂടി നമ്മൾ ഓർഡർ ചെയ്തതുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റോറൻജൈൻ റിപ്പൻസും വാലിസ്നറനാനും ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വന്നതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾ ചേച്ചിനെ കൊണ്ട് പ്ലാന്റ് ചെയ്യിക്കുന്നതായിരിക്കും. പിന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ ഒന്നും ആരും അപ്ഡേറ്റഡ് വീഡിയോ ചോദിച്ചേക്കരുത് കേട്ടോ, കാരണം എന്തായാലും ഇത് ടൈം എടുക്കും. നമ്മുടെ ലോടെക് പ്ലാന്റ്സും കൂടി ആയതുകൊണ്ട് പതുക്കെ അത് ഗ്രോ ആവുള്ളൂ. പിന്നെ നമ്മൾ ചേച്ചിനെ കൊണ്ട് അപ്ഡേറ്റഡ് വീഡിയോ എടുപ്പിക്കും വേണം, കാരണം നമ്മൾ നാട്ടിലല്ലല്ലോ ഉള്ളൂ, നമ്മൾ ബാംഗ്ലൂരല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് അപ്ഡേറ്റഡ് വീഡിയോയ്ക്ക് കുറച്ച് ടൈം എടുക്കും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടാങ്ക് സെറ്റപ്പ് എന്ന് പറയുന്നത് non-CO2 ആണല്ലോ. അപ്പോൾ non-CO2 സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു കാർബൺ സോഴ്സ് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ seachem flourish XL ലിക്വിഡ് കാർബൺ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.